ഗൗരി, ബിന്ദു രണ്ടുപേര് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. രണ്ടുപേരും ചേന കൊണ്ടുള്ള തുലാഭാരത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. തുലാഭാരം ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് ചേന കൊണ്ടാണ് തുലാഭാരം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുക അടച്ചാൽ മതിയായിരിക്കും. അത്രയേ ഉള്ളൂ. അത് ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ചേന കൊണ്ട് തുലാഭാരം ഒക്കെ ചെയ്യുന്നത്. പിന്നെ ബിന്ദു ചേച്ചി ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ആ അസുഖം മാറിക്കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യണോ അതിന് മുൻപ് വന്ന് ചെയ്യണോ എന്നുള്ളതാണ്. ഇത് ഈ ഒരു ചേനയ്ക്ക് മാത്രമല്ല കേട്ടോ, ഏത് വഴിപാടാണെങ്കിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മറുപടി തന്നെയാണ്. അതായത് ഒക്കെ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചാണ്. നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വഴിപാട് സമർപ്പിച്ചോളാം. അങ്ങനെയാണ് പ്രാർത്ഥിച്ചെങ്കിൽ അത് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് സമർപ്പിക്കാം. അല്ലെങ്കിൽ ചിലർ പ്രാർത്ഥിക്കും, ഭഗവാനെ ഇന്ന കാര്യം നടക്കാനായിട്ട് ഞാൻ ഈ വഴിപാട് നിനക്ക് തന്നോളാം എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നടക്കുന്നതിന് മുൻപായിട്ട് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഇത് ചിലർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കൊന്നുമില്ല. വഴിപാട് നടന്നിട്ടുണ്ട്, അത് നടന്നു കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കണം, അത്രേ പലരും ചിന്തിക്കുള്ളൂ. പക്ഷെ ചിലരെങ്ങനെയാണ് ചിന്തിക്കുകയെന്നറിയോ, അത് ഭഗവാനെ ഏൽപ്പിച്ച് കഴിഞ്ഞ കാര്യമാണ്, ആ കാര്യം ഭഗവാൻ നോക്കിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ സംശയമില്ല, നടക്കും, ഈ നമ്മുടെ ആഗ്രഹം നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒട്ടും സംശയമില്ലെങ്കിൽ നേരത്തെ തന്നെ വഴിപാട് കൊണ്ടുപോയിട്ട് കൊടുക്കാം. ചിലപ്പോഴൊക്കെ ഭഗവാൻ അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ, ഭഗവാന് കൊടുക്കാനുള്ളത് എത്രയും വേഗം കൊടുക്കണം എന്നാണ് പറയുക. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് നിർബന്ധമായിട്ട് ഇങ്ങനെ പറയണമെന്നില്ല. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ്. നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ ഭഗവാൻ തോന്നിപ്പിക്കുന്നത് അതേപോലെ ചെയ്യാം. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഏത് വഴിപാടാണെങ്കിലും ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ.